ഓ പറയടാ. അണ്ണനെ കാണാൻ ഒരാൾ വന്നേ അണ്ണ. ആരാ? വെറുതെ പോയി സിറ്റുവേഷൻ ഒന്നും എടുക്കല്ലേ. ആരാ? ഹലോ ആരായിരിക്കാം? ഹലോ സരക്കേ. കേട്ട് സുഖാണോ? സുഖല്ലേ? ഈ തെണ്ടി എന്നെ ഇവിടെ പിടിച്ചിരുത്തി ഇവിടെ ഒരു വർഷമായിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ട് അവസാനം ഇപ്പഴാണ് ഇതാണെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ തെണ്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത്. ഹലോ ഇതാരാ? ഹലോ തിരുവടികൾ നീ എന്തിനു വീണ്ടും മുട്ടയൊക്കെ അടിച്ചു വന്നിരിക്കണേ? നീ റെക്കോർഡായില്ലായിരുന്നോ? ഇല്ല, സന്യാസത്തിലാണ്. സരക്ക് ഇവനെ മറ്റേ 24 മണിക്കൂറും കൊഞ്ചിച്ചുകൊണ്ട് നടന്ന ഒരുത്തി വേറൊരുത്തന്റെ TG ഒരുത്തന്റെ കൂടെ പോയി. ഇതൊക്കെ ചോദിച്ചില്ലല്ലോ. ഇതിന് വലിയ കോമഡി ഉണ്ടാണെങ്കിൽ മെന്നിയുടെ പെണ്ണിനെ കവാടം കൊണ്ടുപോയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ട്രാജഡി ആയിരുന്നത്. പോയി അവസ്ഥ നിങ്ങളുടെ എന്ത് റീസണാണ് പറഞ്ഞത്? തിരുവടികൾ അതിനുശേഷം ഇവന്മാർ ഇവിടെ ഇപ്പൊ സ്വാമി എന്നൊക്കെ പറഞ്ഞ് ദൈവനെ മറ്റേ ധ്യാനത്തിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണം. ഞാൻ അവസാനം കാണുന്ന സമയത്തെ നീ മറ്റേ സ്വന്തത്തിൽ മറ്റേ പെണ്ണുണ്ടെന്നൊക്കെ ആലോചിച്ച് സംസാരിച്ച് നടക്കുന്ന ഒരു കാലോട് എനിക്ക് ഓർമ്മ. ഒരാഴ്ച ഗ്യാപ്പ് എടുത്തപ്പോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച് നടക്കണായിരുന്നു ഇങ്ങനെ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ അവളുടെ ഓർമ്മ പോയി, അവള് വേറൊരുത്തിന്റെ കൂടെ പോയി, ഇവന്റെ ഓർമ്മ തിരിച്ചു വന്ന്. ഞാൻ കത്തിയോടാ വീണ്ടും. എല്ലാരും കത്തി. ഞാനാണ് ശരിക്കുള്ള എന്നെ തൊട്ടാ ചോദിക്കാൻ വരൂലേ വാസു? TV മൊത്തം വരൂലേ? അത്ര ഉള്ളു. പിന്നെ അല്ലാതെ സാറാറ് ഒന്ന് ഹോസ്റ്റേജ് ആക്കിയനെ ഇപ്പൊ. പിന്നെ അവന്മാരെ SRR ഇപ്പൊ ഇവിടുത്തെ തല്ലുള്ളിലാണ്, മനസ്സിലായ? അതിലിപ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന ആ കുറച്ചു പേരേ ഉള്ളു. പുള്ളി പോലും ആക്കി കേറിയിട്ടില്ല. പിന്നല്ലേ ഇനി ഹോസ്റ്റേജ് കൊണ്ടുപോയിട്ട് പ്ലീസ് കം ടു BGMയോ എന്താടാ വാസു നമുക്ക് ഗ്യാങ് ഹൗസിനകത്തോട്ടൊന്ന് കളിയാക്കിയപ്പം അവള് വിഷമിച്ചു ഇങ്ങനെ ദൂരെ ഇവിടെ പോയിട്ട് പിന്നെ മറ്റേ ഇവിടെ നമ്മുടെ KVL പൃഥ്വി വന്നിട്ട് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുത്. നിങ്ങൾക്ക് പരിപാടി ഉണ്ടോ? ഇന്ന് പരിപാടിയൊന്നുമില്ല ഇതൊക്കെ. ഞാൻ കുറച്ചു നേരത്തേക്കിന് വന്നതാ. ഞാൻ ഒത്തിരി നേരം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ഷോർട്ട് സ്ട്രീം ആയിരുന്നു. ഷോർട്ട് തൽ. നമ്മളങ്ങോട്ട് ഇറങ്ങാം. നിങ്ങള് പരിപാടികൾ ഇറക്കട്ടെ. ഇല്ല പരിപാടിയൊന്നും ഇല്ല. എന്തിലോട്ട് പറഞ്ഞു? പരിപാടിയൊന്നും ഇല്ല. അല്ല പരിപാടിയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ പറയരുത്, മനസ്സിലായല്ലേ? നമ്മള് കൊറേ നാളായില്ലേ. അപ്പം ഇങ്ങനെ സംസാരിക്കാതേക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടേ ഭയങ്കര സ്റ്റക്കായി പോട്. പകുതി വഴിയില്ലേ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്റ്റക്കായി പോട്. അതാണ് ഞാൻ ചോദിച്ചത്. സത്യം എന്താ അവിടെ ഇങ്ങനെ ഇത് പറയുമ്പം എന്തേലും അതാ അവരൊരു ഇത് വരത്തില്ല നമ്മുടെ തൊണ്ടയില്. അതാണ് അതല്ല എന്നാ നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്ന കുറച്ച് പേര് കൊറേ നാള് മിണ്ടായിരുന്നു. പിന്നെ മിണ്ടി തുടങ്ങുമ്പോ സ്റ്റാർട്ടിങ് ട്രബിൾ വരത്തില്ലേ? അത് കൊറേ നേരം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങടെയെങ്കിലും കറങ്ങാൻ പോവാ. അതൊക്കെ അതാണ് ചോദിച്ചത്. പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഹലോ പറ. ഓക്കെ അല്ലേ? ഇല്ലല്ലേ? സ്ഥിരതയില്ലല്ലേ? ഇല്ല വാ. എന്തായാലും സുഖമായിട്ടുണ്ടാ? സത്യം പറ. ഇല്ലടാ
ശോകമല്ല, സന്തോഷം. ഇത്രേ ഉള്ളു, ശോകമൊന്നുമില്ല. എന്ത് ശോകം? ഒരു ശോകവും ഇല്ല. വാ വാ വാ. എത്ര ഉള്ളു മനസ്സിലൊന്നും വെക്കണ്ട. അല്ല കള ഹാപ്പി ആയിട്ടിരി. കൊമ്പൻ ഡൗൺ ആകുമ്പോ സന്തോഷം ഏബിളിനാണ്. വണ്ടി ഒരു വണ്ടി എടുക്കും. അണ്ണാ ഇപ്പൊ വണ്ടി എല്ലാം രണ്ടു വണ്ടി ഇപ്പൊ മറ്റേ നമ്മളെ കയ്യിലുള്ള കസ്റ്റം വണ്ടി എല്ലാം കൊണ്ടുപോയി. കണ്ണാപ്പി ബാക്കിൽ കൊണ്ടിരിക്കാം. പിന്നെ കാണാം. ചോട്ട് പോയിട്ടോ, ചോട്ട് പോയിട്ടോ. നീ ബാക്കിൽ തോണ്ടി കയറി വാ. എടുത്തോ അമ്മ കയറിയോ? അവനും കൂടി കേറുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല അത് ഫയൽ റീഎഡിറ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. ഇത് ആ ഇതിന് ബഗ്ഗുണ്ട്. അതിന്റെ ഡോറിന് എന്റെ മറ്റേ ഹർലിനിൽ ഒരു സൈഡ് കേറുമ്പോ ഓർമ്മയില്ലേ മറ്റേ ആ സെയിം സാധനം. ഹലോ കേക്കാ? ഇങ്ങോട്ടാ പോണേ? ഇതെന്താണ് നിങ്ങള് പെണ്ണ് കാണാൻ വന്നവരോ പോലെ? പിന്നെ നിന്നെ പോലെ അല്ലല്ലോ. നിനക്ക് ഇങ്ങനെ മറ്റേ നാണോ അതിനോ ഇല്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. മറ്റേ അങ്ങനത്തെ ഈ ടി ജിയിലുള്ളവരുടെ അടുത്ത് കണ്ടാലും ഇപ്പൊ കളിയാന്ന് വിളിക്കും. അവർ മറ്റേ ബക്രീനെ കൊണ്ട് മുതുക്കി വിട്ടിട്ട് പോയി. ബക്രീനെ കൊണ്ട് മുതുക്കി വിട്ട് ബക്രീനെ കളഞ്ഞിട്ട് പോയി എനിക്ക്. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കേ അവൻ എന്റെ തന്നിട്ട് അവരൊക്കെ പോയടാ ബക്രീനെ. ഇവനെ വെച്ചോന്ന് ജോസൂട്ടി വന്നിട്ട് ബക്രീനെ പണ്ട് ഓർമ്മ ചന്ദ്രൻ മറ്റേ അമ്മമാരുടെ സ്ഥിരം മറ്റേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ മാസ്ക് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. മറ്റേ ഇവിടെ ബക്രീ ഇത് ഒന്നുകൂടി പോയിട്ട് ഇരുന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഹോസ്റ്റേജ് ആയിട്ട് ബക്രീ നീ ഒന്നുകൂടെ പോയിട്ട് ഇന്ന് ഈ T47 ആയിട്ട് സിറ്റുവേഷൻ ആയിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനെ സരക്കിനൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയവന്മാരെ അവന്മാര് തിരക്കിയായിരുന്നു എന്റെ അടുത്ത്. ഞാൻ അല്ലെങ്കിൽ ഇന്ന് അവിടെ കൊണ്ട് നിർത്തിയത് അവന്മാര് T47 ആയിട്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. ഡയലോഗ് പറഞ്ഞില്ലേ അണ്ണാ? വാസണ്ണ വന്നൊരു ഡയലോഗ് പറഞ്ഞില്ലേ? നീ ഇവിടെ ഉള്ളവന്മാരെ അടിക്കത്തില്ല, ഇറങ്ങിപ്പോയവന്മാരെ അടിക്കത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഡിയോസിനെ തല്ല് പിടിച്ച് ഞാൻ കാണാറുണ്ടോ? ഞാൻ 2 ടർഫ് ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല. അത് വലിയ സീനുള്ള കാര്യമൊന്നുമല്ല. അമ്മമാരെ സത്യം ഇമാർക്ക് വലിയ സന്തോഷമായിരുന്നു. മനസ്സിലായില്ലേ? നമ്മളെന്ന് അടിച്ചിട്ടെ ഒരു യുവന്മാർക്ക് മറ്റേ ഇവിടെ വന്നെങ്കിൽ നിങ്ങളെല്ലാം അടിച്ച് മനസ്സിലായില്ലേ? എല്ലാരും അടിക്കാന്നൊരു ധൈര്യമായി. അതുകൊണ്ട് വന്നതാണ് വലിയ അടുത്ത്. അത് നിങ്ങൾ തുടങ്ങിയ സമയത്തല്ലേ നിങ്ങളെ അടിച്ചേ? തുടങ്ങുന്ന സമയത്ത് അല്ല, നമ്മള് മറ്റേ ഹീല് സ്പാമും എല്ലാം ഉണ്ട് അതിന്റെ അകത്ത്. നാടൊക്കെ നിന്റെ അച്ഛനൊരു പെണ്ണ് കാണാൻ വേണ്ടിട്ടേ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പൊ പുള്ളിക്കാരുടെ നാണം കണ്ട് എനിക്ക് നാണം വന്നതാ. നാണൊന്നുമില്ലടാ. നമ്മള് കൊറേ നാളായില്ലടാ കണ്ണാപ്പി കണ്ടിട്ട്. അപ്പൊ നമ്മള് സംസാരിക്കാനുള്ള ഒരു പെട്ടെന്ന് ടോപ്പിക് കിട്ടൂലല്ലോ. അതാണ് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. സത്യം. എനിക്കാണെങ്കിൽ TJ മാത്രമേ ഉള്ളൂ എനിക്ക് സംസാരിക്കാൻ. വേറെ സംസാരിക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ്. വേറെ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് എന്ത് സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ. എനിക്ക് സത്യമായിട്ടും എനിക്ക് എന്ത് സംസാരിക്കണം എന്ന് അറിഞ്ഞിട്ടില്ല. എനിക്ക് സീരിയസ് ആയിട്ട് തമാശ പറയണല്ല. ഞാൻ അത് കരയാനൊന്നും ഫേസ് ക്യാം ഓഫ് ചെയ്തതല്ല. എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. ഫേസ് ക്യാം ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. മനസ്സിലായേ? ഞാൻ അതുകൊണ്ട് ക്യാം ഓഫ് ചെയ്തത്. ഇല്ല ആസു, സാധാരണ ആസു എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. അത് സാധിക്കാൻ പറ്റുമോ? സാധാരണ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ സാധാരണ മാസു ഇങ്ങനെ ഒരു കഥ പോലെ കുറച്ച് സംസാരിക്കട്ടിരുന്നു. അങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സൊന്ന് സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നും.
അത് ശരിയാണ്. പാട്ടിട്ടാരല്ല അതൊരുപാട് പോണ്ടി വരും. അയ്യോ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ എനിക്ക് ചിലപ്പോ വിഷമൊക്കെ ആയി പോകും. വിഷമൊക്കെ ഉള്ളി ഒതുക്കി വെക്കാൻ പറ്റും. ഇരിക്കണ ഇരി ഉള്ളി ഒതുക്കി വെക്കാൻ പറ്റുമോ? അയ്യല്ലെങ്കിൽ ഇവിടെ വേറെ ആരും ഉണ്ടാ പിള്ളേരാരും ഉണ്ടാ അവരുണ്ടെങ്കിൽ അവരെയും കൂടി കളർ അടിച്ചില്ലല്ലേ ഞാൻ ഇല്ല കാണാനായിട്ട് തന്നെ എനിക്ക് എന്ത് സംസാരിക്കണം അറിഞ്ഞൂടാ സത്യമായിട്ടും ഞാൻ ഭയങ്കര അതിന് ഫുഡ് തരുമോ ഇച്ചിരി ചാവും റൈസിന്റെ സെക്കൻഡ് പാർട്ട് പറയാം. പറ ഞാനിങ്ങനെ ആലോചിക്കണം എന്ത് പറയണമെന്ന്. എന്ത് ഞാൻ എന്ത് തുടങ്ങാനാ? നീ ഒരു കഥ പറ കണ്ണാപ്പി, എന്നിട്ട് ഞാൻ പറയാം. കണ്ണാപ്പി എന്നാ പറയാ ഇതാരാണ് ഈ വന്നിരുന്നേ? പുഷ്പ പഠിച്ചതല്ല. ഞാൻ വന്ന് കേറിയപ്പോഴില്ലേട്ടാ അതാണ് ഉണ്ടായത്. ഈ കേറിയത് രണ്ടായത്. നല്ല വിളക്കം. അന്നൊരു വീഡിയോ ഇടായിരുന്നു, ഇതുവരെ ഇട്ടിട്ടില്ല, ഇപ്പോഴും ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ എന്റെ അടുത്ത് ഇടക്കിടക്ക് ചോദിക്കടാ സാറേ മറ്റേ വീഡിയോ. അതായത് ഇവൻ ടി വിയിൽ കയറി ഓർമ്മയുണ്ട് സിയോളിൽ നമുക്കൊരു ആളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റൂല. അന്നേരം വരുമല്ല മലയുടെ മുകളിലിരുന്നു എന്തോ ട്രെൻഡി മ്യൂസിക് ആയത്. എന്റെ ഇൻബോക്സ് മൊത്തം ഇതായിരുന്നു. മരത്തിൽ തൂങ്ങി കിടന്നുള്ള വീഡിയോ. അത് കഴിഞ്ഞൊരു സെറ്റ് സാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഡൂഡ് വെച്ച് സാരം മലയുടെ വെള്ളം ഡൂഡ് വെച്ചിട്ടിരിക്കുന്ന സാരം. പരിപാടി നിർത്തിയാട്ടാ. പക്ഷെ എന്നിട്ട് കേറിയിട്ട് ആള് ഒരു വീഡിയോ ഇറക്കില്ല. ഇടക്കിടക്ക് എന്നെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യും. ഞാൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഫ്ലഫി നിനക്ക് സുഖമല്ലേ? ഓ സുഖം വാസുണ്ടാ. നമ്മളിതുവരെ വിണ്ടിയില്ലല്ലേ വന്നിട്ട്. അതാ ഞാൻ നീ ഒന്നും സംസാരിച്ചില്ല. അതാ നീ സുഖമല്ലേ? ഓക്കെ അല്ലല്ലോ? ഇവനാണ് മുച്ചിരിയുടെ ഹേറ്ററാ. അല്ല ഇവനല്ലേ, അത് ചരടായിരുന്നല്ലേ. സോറി അല്ലല്ല ഇവനല്ല, ഇവനാണ് ടർഫിട്ടീരിയെന്ന് വെച്ചോ. കുണ്ണാച്ചി നീയല്ലേ കുണ്ണാച്ചി വെച്ചത്? അതിന്റെ കുണ്ണക്കടി ഇപ്പൊ നിങ്ങടെ എല്ലാരും ഗ്യാങ്ങിൽ എത്ര പേരാ ഇപ്പൊ? അതില് ഡയോസിൽ എത്ര പേരാ? ഇപ്പൊ ഒരു 3-4 ഇനാക്റ്റീവ് ആയിട്ട് അല്ല പോലെ പോലെ മറ്റേതിപ്പോ തീർത്താലോ? അയ്യോ സബ്ഗുരു, ഞാൻ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗില്ല അത്. അപ്പൊ എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതിനേക്കാൾ വലിയൊരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പിന്നെ വിളിച്ച പോരെ? മതി മതി മതി. കല്യാണം എന്താണോ? അല്ലല്ല കല്യാണം ഒക്കെ എന്ത്. ഞാൻ വിളിക്കാം സൗകര്യ. ശരി ശരി. ഇതിലൊരു മാറ്റം ഇല്ലല്ലേ വാസു? അല്ലല്ല അത് എന്താ പറയാ, സാബ്ഗുരു വിളിച്ചതാ. സാബ്ഗുരു ഇപ്പൊ ഞങ്ങളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ബിസിനസ് ഒക്കെ ഞങ്ങളതില് 5 പൈസ ഇല്ലായിരുന്നു ഇവിടെ. കാരണം ഇവന്മാരൊന്നും പണിക്കും പോകത്തില്ല, ഒന്നുമില്ല. പിന്നെ നാട്ടുകാർക്കൊന്ന് കടമൊക്കെ മേടിച്ചിട്ട് ഒരു 1300 കോടിക്ക് ഈ ചന്ദ്രന് ഒരു പമ്പ് മേടിച്ചു കൊടുത്ത്. ചന്ദ്രന് പമ്പ് മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് മറ്റേ ഗണ്ണ് ഇതൊക്കെ മേടിച്ചില്ല, ആർമറൊക്കെ മേടിച്ചില്ല, അതുപോലെ വെടിപ്പുര മേടിച്ചതുപോലെ ഇത് കുറച്ച് നാള് നമ്മുടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. പക്ഷെ 1300 കോടി രൂപ എടുത്ത് മേടിച്ച സാധനത്തിനകത്തുനിന്ന് 300 കോടി തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കിന് ഇത് റീ ഓപ്ഷൻ വെച്ച്. അത്ര നാളെ ഉള്ളൂ. അപ്പം 200 കോടിക്കൊക്കെ വിളിച്ചാലേ 300 കോടിയൊക്കെ കിട്ടുള്ളൂ. ചന്ദ്ര മാസം അടിച്ചു 1000 കോടി പോയി. 1000 കോടി അങ്ങ് പോയി കിട്ടി. 1000 കോടി നഷ്ടത്തുള്ള ബിസിനസ് തകർന്ന് തരിപ്പണായിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ബാക്ക് ചെയ്യുന്നത് സാബ്ഗുരു അസോസിയേറ്റ്സാ. എന്നല്ല വാസോണ്ട ബാക്കിയാണ്.
ഫെയിൽഡ് ആണെന്ന് ബാക്കിൽ. ഒരു കാര്യം ദിവസം പറയല്ലേ ആൾക്കാരിക്കുമ്പോ. അപ്പൊ പുള്ളിയാണെങ്കി നമ്മളിപ്പോ KV ആയിട്ടൊക്കെ നല്ല ടൈംസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സാബ് ഗുരു ആണ് നമുക്ക് ഫണ്ട് തരുന്നത് കൊണ്ട് സാബ് ഗുരു നേരെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാ KV ഓൺ ചെയ്ത പമ്പ് നീയൊക്കെ ഇനി എത്ര വിളിച്ചാലും ഞാൻ കൂട്ടി വിളിക്കണം വെല്ലുവിളിച്ചിട്ട് പോരുന്നത്. ഇപ്പൊ KV സാബുഗുരുവിനെ തല്ല KV നടക്കണ്. തല്ലാതിരിക്കാൻ ഞങ്ങൾ നോക്കണ്. ഇപ്പൊ സാബുഗുരു വിളിച്ചിട്ട് പറയാണ് KV ആയിട്ടുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സംസാരിക്കാം. അപ്പൊ അതിന്റെ കോള് വന്നു. അതാ ഞാൻ പിന്നെ നിങ്ങൾ ഇവിടെ നല്ലൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിയുന്നതാ. നമ്മടെ പിന്നെ നമുക്ക് പിന്നെ വേറെ എന്തൊക്കെയാണ് ബിസിനസ്? അണ്ടി ഫാക്ടറി ആസനം തുടങ്ങി ഇവിടെ പലട്ടല്ലല്ലോ. അണ്ടി ഫാക്ടറി നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്ത് സാറൊക്കെ എല്ലാം റിനോവേറ്റ് എല്ലാം ചെയ്ത് എല്ലാം അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് നമ്മളിപ്പോ മിസ്റ്റർ എക്സ് ആയിട്ട് ആണ് അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അണ്ടി ഫാക്ടറിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം ഇവിടെ കുറെ സംഭവങ്ങൾ നടന്നു സാറൊക്കെ, ഇഷ്ടംപോലെ സംഭവങ്ങൾ. അതായത് എന്താ ഞാൻ പറഞ്ഞുതരാം. അണ്ടി ഫാക്ടറി റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മിസ്റ്റർ എക്സ് കുറച്ച് ഫണ്ട് തരാന്ന് പറഞ്ഞു. പുള്ളിയുടെ കല്യാണമായിരുന്നു ആ സമയത്ത്. മിസ്റ്റർ എക്സിലെ കേജ് എന്ന് പറയും. ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിറ്റിസൺസിനോട് പറഞ്ഞുവിടാ. എന്നാലും സിറ്റിസൺസ് നല്ലല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറയും, ഇത് എനിക്ക് ഇതിനു മുമ്പ് ഒരു വാണിംഗ് കിട്ടിയായിരുന്നു, ഇത് വെളിയിൽ പറയരുതെന്ന്. അപ്പൊ നമ്മള് ഇവരായിട്ടൊരു ഡീല് വെച്ചപ്പോ ഈ കേജ് എന്ന് പറയുന്ന മിസ്റ്റർ എക്സിലെ ഒരു ലീഡർ പോലത്തെ ഒരു സെറ്റപ്പാ, മെയിൻ ആള്. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ് ഇതിന്റെ കൂടെ തന്നെ പുള്ളിയുടെ ഡിവോഴ്സും ആയി ഒരേ സമയം. പുള്ളി എന്താ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കല്യാണം ഡിവോഴ്സ് എനിക്ക് പൂമ്പാറ്റ കുണ്ട വിളിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഈ പുള്ളി അതിന്റെ ഡിപ്രഷനിൽ അങ്ങ് പോയി. ഈ എന്താ ഡിവോഴ്സ് ആയതിന്റെ ഡിപ്രഷനിൽ പുള്ളി പോയി. അപ്പൊ ആ ഫണ്ടും കിട്ടിയില്ല. ഇപ്പൊ 2 ഫണ്ട് ഇതിങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുക. എല്ലാ ഫണ്ടും നമ്മുടെ കൈയുടെ അറ്റത്ത് വരെ എത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. അത് നടക്കൂല. പുള്ളിക്ക് മറ്റേ പെണ്ണ് വന്നേ മതി. അവളുടെ 2ാമത്തെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ നോക്കി കിടക്കണ ഇവിടെ ഡിസ്പാൻഡിലാൻ പോണ ഗാങ്സിനെയാണ്. മാസിൽ ഓരോരുത്തർ നോക്കി വെച്ചിട്ടുണ്ട്. അവന്റെ കാശിങ് മേടിക്കും നൈസില്. മനസ്സിലായണ്ണ? കൊള്ളാം. ഇടയ്ക്ക് നമ്മള് കഴിക്കണം അവിടെ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തമാശ കേട്ടില്ലാരും കേട്ടാ. എനിക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ വൈഫ് സരക്കിന്റെ ഏതോ ഒരു എക്സ് ആയിരുന്നു അന്ന്. അവളിപ്പോ പുതിയൊരുത്തനെ കിട്ടി. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞാ വീണ്ടും പോയി ചോദിച്ചോളല്ല. കാരണം സീതല്ല, വേറെ പേരാണ്. അടിച്ചു തരുവേ. നേരത്തെ ആയിഷായിരുന്നു. അതൊക്കെ വേറെ കാലഘട്ടം. അല്ല, ഞാൻ കെട്ടിച്ചിട്ടത് ഞാൻ ബാബുടെ കെട്ടിച്ചിട്ട സമയത്ത് ആയിഷായിരുന്നു. ആയിഷയുടെ പെങ്ങളായിരുന്നു സീത. ഞാൻ തന്നെ ഒരു 8 കല്യാണം നടത്തി അവളുടെ. അങ്ങനെയൊക്കെ പറയാനല്ലടാ. അല്ല, ഐ മീൻ 8 കല്യാണം നടത്തി കൊടുത്തു. നിനക്ക് തിരിച്ച് CMB കൊണ്ടുവന്ന നിനക്ക് ലാവിശാക്കല്ലേ. പക്ഷെ ഞാൻ കാര്യം പറയട്ടാ, ബാബു ഇല്ലല്ലേ ഇവിടെ. അതാണ് ഒരു കുറവ്. അതാണ് ഒരു വലിയ കുറവ്. അതുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഈ ടോപ്പിക് ഇല്ലാത്ത പ്രശ്നമൊന്നും വരത്തില്ല. അവൻ തന്നെ ഒരു ടോപ്പിക് ആയാലും. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ കൗണ്ടറിലൊക്കെ വെല്ലും. ഞാൻ അവനെ അടിച്ചിരുത്തും. ഞാൻ ഇപ്പൊ അവനെ സൂപ്പർ സ്വന്തമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് എത്രയായിരുന്നു? എന്ത് സമാസമായിരുന്നു ലാസ്റ്റ്? ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അവന് 10ഉം നിനക്ക് 1.
നല്ല നല്ല മാറ്റം നല്ല improvement ഉണ്ട്. നേരത്തെ ഒന്നും പറഞ്ഞില്ല ചന്ദ്രൻ. 0, 100 ആയിരുന്നു. ഇപ്പൊ അതൊരു 10, 1 ഒക്കെ ആയി. 10-1 പറഞ്ഞില്ല ചന്ദ്രൻ. കൊള്ളാം. സൂപ്പറാ, നൈസ്, വെൽഡൺ ചന്ദ്ര. നല്ലൊരു കാര്യമാണ്. എടാ കണ്ണാപ്പി, ഓ അതെ എടാ നീ എന്താടാ ഒന്നും പറയാത്ത? നീ ഒന്ന് പറ, എന്തേലും പറ. Guys, ഞാൻ ഇന്ന് ബ്ലാങ്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ സാറൊക്കെ കൊറേ നമ്മൾക്കിപ്പം ഗ്യാങ്ങിന്റെ കൊറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാലടാ നമ്മളെ ഗ്യാങ്ങിനെ പറ്റി പറയാൻ വിശേഷം അതാണ്. എന്തിനു പറയാൻ ഞാൻ അതാണ് ഒന്നും പറയാത്തത്. അവിടെ ഉള്ളവരൊന്നും ഇപ്പൊ ഇല്ല, എല്ലാരും പോയി. ഉള്ളവരൊക്കെ പോയി. പിന്നെ എന്ത് വിശേഷം പറയാൻ? പിന്നെ എല്ലാം പുതിയതായിട്ടുള്ളവരാ. അതാണ് അപ്പൊ നിങ്ങക്ക് അവരെ ഗുലാനില്ല. പിന്നെ സ്പീഡിന്റെ അന്നത്തെ സീനില്ലേ, അന്ന് അവൻ പോയി. പിന്നെ നിക്ക് പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. പിന്നെ ഗുലാനും ഒപ്പം നിർത്തി. പിന്നെ ആരുണ്ടാ, പിന്നെ ഇറ്റാച്ചി നിർത്തി. സ്റ്റീവ് പിന്നെ ഇങ്ങോട്ട് വന്ന്. പിന്നെ സ്റ്റീവിനെ വേണമെങ്കിൽ ഓക്സി ഒന്നുമില്ല. ഓക്സി ഉണ്ട്, ഞാനുണ്ട്, രായനുണ്ട്, ഫ്ലഫി ഉണ്ട്, സുനിമോണ്ട്. അവൻ പിന്നെ ഇച്ചിരി വേറെ വർക്കുകൾ അതിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയൊക്കെ അത്രയും പേരെ ഉള്ളു. ബാക്കിയുള്ള എല്ലാം പുതിയ മെമ്പേഴ്സാ, പുതിയതായിട്ട് എടുത്ത് വന്നവരൊക്കെ. 35 പേരല്ലേ നിങ്ങള്? 35 പേര് എങ്ങനെ ഇത്ര പെട്ടെന്ന് സെറ്റ് ആക്കിയടാ? ഞാൻ കുറച്ചാളൊന്നും ഇല്ലായിരുന്നല്ലേ. അപ്പൊ പിന്നെ മൊത്തത്തില് ആരും ഇല്ലാത്തോണ്ട് ഒരു കൊറേ പേരെ ആ സമയത്ത് എടുത്ത് മനസ്സിലായില്ലേ. അവന്മാര് തന്നെ നോക്കി എടുത്ത്. പ്രീവാർ കളിക്കുന്ന ആളില്ലായിരുന്നു. ഇവരെല്ലാരും നിർത്തിയപ്പോഴേ ഉമ്മാരെല്ലാരും നിർത്തിയല്ലേ. അപ്പൊ പിന്നെ ആ സമയത്ത് കളിക്കാൻ ആളില്ലാത്തോണ്ട് ഈ മിക്ക ഗ്യാങ്ങും വരുമ്പോ 25 പേര് 23 പേരൊക്കെ കാണും. അപ്പൊ നമ്മള് 15-16 പേരൊക്കെ കൊണ്ടുപോകുമ്പോ പാടാണ്. ഒരു മാറ്റമില്ല, ഇതൊരു പുതിയ തുടക്കം. അവന്റെ ഒരു 50 സ്റ്റോറി കണ്ടു. ഇതൊരു പുതിയ തുടക്കം, നാളെ തൊട്ട് ഞാൻ ഉണ്ടാവും. ഇന്നും കൂടി കണ്ടേ ഉള്ളു. മറ്റേ നമ്മളെ ക്രിക്കറ്റിന് പോയിട്ട് മറ്റേ വീശോ അടിക്കുന്ന സാധനം ഇല്ലായിരുന്നാണ് ചന്ദ്രവർമ്മ. അതിന് മറ്റേ ഇത് പറയുന്ന സാര് മറ്റേ ആ സാരൊക്കെ കണ്ടതേ ഉള്ളു. അപ്പൊ ട്രിക്കിയുടെ വെല്ലുവിളി ഓർത്തതേ ഉള്ളു. എന്തൊക്കെ തരം ആൾക്കാരല്ലേ കൊച്ചു പിള്ളേരെ മനസ്സാണ് ആക്ക്. പിന്നെ മണവാളനും ബുള്ളറ്റും അമാരും പിന്നെ പുറത്തായോണ്ട് പിന്നെ അമാരും ഇല്ല ഇപ്പൊ. അതിന്റെ ആ ഒരു തിരക്കിലേക്ക് അവൻ മണവാളിന് ജോലി നിർത്താൻ പോവാണ്. സത്യം ജോലി കേട്ടതായി. അവനൊന്ന് എന്നോടൊന്ന് സംസാരിച്ചോ. ഞാൻ എങ്ങനെ പോയി അങ്ങനെ ചോദിക്കുന്നു? പിന്നെ ഇപ്പൊ വാസവണ്ണാണ് അല്ല. അതെ ഞാനെന്താ കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പം സത്യം പറഞ്ഞ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഗ്യാങ്ങിനെ മൂഞ്ചിച്ചോണ്ടിരിക്കുന്നത് ഈ ചന്ദ്രനാണ്. അത് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് മാത്രം സ്വകാര്യം നമ്മൾ മാത്രമുള്ള സമയത്തേ പറയാം. നമുക്ക് നമ്മളിങ്ങനെ ഇറങ്ങണം. പിള്ളേരുടെ അടുത്ത് ഇറങ്ങി നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യണം എന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഞാൻ ഇവന്മാരെ കാട്ടിയായിരിക്കും ഇപ്പൊ. സിറ്റുവേഷനകത്ത് അവരുടെ അടുത്ത് പോയി തെറി പറയാ, ചീത്ത വിളിക്കുക. ഞാൻ കണ്ട ടീച്ചർ സിറ്റുവേഷൻ അല്ലേ, സംസാരിക്കാൻ പോയ സാറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടീച്ചർ സംസാരിക്കാൻ അടുത്ത് ചന്ദ്ര പോയിട്ട് നീ റോങ്ങോട്ട് സംസാരിക്കുന്നു, കലിപ്പിരിക്കണേന്ന് മാറിയെന്ന് പറഞ്ഞിട്ട് പോക്ക് പോണുണ്ട്. എന്നിട്ട് അവിടെ പോയി കിടന്ന് അവന്മാരെന്ന് വിളിച്ച് ഒരുത്തനെ തെറിയും വിളിച്ച് 4 ദിവസം ബാനും കിട്ടി. അയാളാണ് എന്റെ അടുത്ത് പറയണത്. 4 അതിൽ കൂടുതൽ 7 ദിവസം 8 ദിവസം. അതാണ് ഞാനേ വാസോന്റെ സ്വാഗ് ഉണ്ട് അറിയാം. വാസോണ്ണ നല്ല റേഞ്ചിൽ നിൽക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. വാസോണ്ണ ഡയലോഗ് പറയാൻ തുടങ്ങാൻ ഞാൻ എന്റെ എന്തിലൊരു തെറി ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചാണ്. മനസ്സിലായില്ലേ? അവസാനം ഞാൻ മനസ്സിലാക്കണം. ഇപ്പൊ വിളിക്കും അവസാനം കേട്ടോടാ മോനെ. അതിനാണ് പേരന്റൽ അബ്യൂസ് എന്ന് പറഞ്ഞ് കിട്ടിയ എനിക്കത്. ചന്ദ്രന്റെ ഒരു മാസം ഉണ്ടായിരുന്നു കൺസൈൻമെന്റ് വേണ്ടത് ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിയോണിലെ മറ്റേ സെറ്റപ്പാ. അപ്പൊ ഇവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് കൺസൈൻമെന്റ് അടിക്കാൻ നിൽക്കും. കൺസൈൻമെന്റ് അടിക്കാൻ ചെന്നപ്പോഴേ അവിടെ ചെന്നിട്ട് ഇവന്റെ മറ്റേ ഒരു ഇവന്റെ കൂടെ ഒരു മറ്റേ ഇവന്റെ ഇടത്തെ ചന്തിയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ.
അറിയത്തില്ലേ നീങ്ങനാ, നീങ്ങ. അവന്റെ മെസ്സ് അവിടെ ചെന്നിട്ട് മിസ്റ്റർ എക്സിനോട് പറയാ നിന്റെ ഒന്നും കൺസൈൻമെന്റ് നമുക്ക് വേണ്ടറാന്ന്. അവന്റെ ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളെ തല്ല വരുന്ന ഒരു ഗുണ്ടേ കണക്ക് വന്ന് റോഡിൽ നിക്കായിരുന്നു കേട്ടോ മെറ്റേ കളിച്ച്. നമ്മളെ അടിക്ക് വാങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇടിച്ചിട്ട് വന്ന്. അപ്പൊ സംഭവം ഞാൻ കർണാടക കൂടി മിസ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നോണ്ടിരുന്നത് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ തിരക്കായതുകൊണ്ടാണ് അവനെ അവിടെ ആക്കിയിട്ട് പോയത്. ആളെന്ത് ചെയ്ത് പോയ പോക്കിന് നമ്മൾ അടിച്ചപ്പോഴത്തേക്കും മിസ്ട്രക്സ് വെച്ചിട്ട് ഇതാരാണ് ഇയാൾക്കാരാ ലൊക്കേഷൻ ഒക്കെ കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ മിസ്ട്രക്സ് വണ്ടി കയറുന്നിട്ട് നീ ആറാണ് ഞാൻ മിസ്റ്റർക്സാന്ന് പറഞ്ഞു. അതേലെ മിസ്റ്റർക്സാ മിസ്റ്റർക്സ് എങ്കിൽ എന്തെങ്കിലും ചൂടാവണേന്ന്. അപ്പൊ അന്നേരം മറ്റേ മിസ്റ്റർക്സ് നല്ല രീതിയിൽ അവന്മാർക്ക് പൊളിഞ്ഞു കേട്ടോ. അവന്മാരൊക്കെ ചൂടായി. അന്നേരം അവന്മാരെന്തോ റൈസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ കൺസൈൻമെന്റ് വേണ്ട ഞങ്ങൾക്ക് പിന്നെ അണ്ടി എന്ന് പറഞ്ഞു. അവര് കലിപ്പിലൊക്കെ പോയി എടുത്ത്. പിന്നെ വാസവണ്ണ അവരെ കൂടെ പോയി സംസാരിച്ച് കുറച്ച് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ചില്ല അവിടെ വെച്ച് നീകര സസ്പെൻഷനും കൊടുത്ത്. പക്ഷെ ആളുണ്ടല്ലോ ആളിപ്പോഴും അറിഞ്ഞിട്ട് ആൾ സസ്പെൻഷനിലാണെന്ന് ഞാൻ അത് ഞാൻ ഓർമ്മിപ്പിക്കില്ല അവനെ. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അത് ആൾ പെട്ടെന്ന് ഹർട്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നീ ഗ്യാങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കണേ. പറയട്ടെ ഈ കണ്ണന്തിരിവ് കാണിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എന്റെ കൂടെ ഈ റൂമിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഫുഡും കുടിച്ച് ചായയും കുടിച്ച് പോയവനാ. എനിക്കാണ് ഈ സസ്പെൻഷൻ ഇടാനും ഒരു മടി. എന്റെ കൂടെ എത്ര റിയൽ ലൈഫിൽ മനസ്സിലായ? അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ആളറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഹർട്ടാവും. ആള് കറണ്ട് ഇല്ലെങ്കിലും മറ്റേ വിളിച്ചു വരുത്തി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് കറണ്ടൊക്കെ വരുത്തിച്ചിട്ട് സിറ്റി കയറിക്കളായി. ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ മിണ്ടാതെ ഇരുന്നോളൂ. ഞാൻ ഗ്യാങ്ങിലെ മെമ്പറാണെന്ന് പറഞ്ഞ് ഇപ്പൊ വന്നാലും 4 വള്ളി എടുത്തോണ്ടേ വരത്തുള്ളൂ. എവിടെ നിന്നേലൊക്കെ വള്ളി എടുക്കണൊക്കെ KVA എടുത്ത് നമ്മളറിയാവുന്നിടത്ത് നമ്മളറിയാവുന്നിടത്ത് മൊത്തം വള്ളിയാണ്. MRC ഇതല്ലേ അതായി MRC ഇവിടെ ഫാമിലി ആയി. അതിനകത്ത് നമ്മുടെ പഴയ HF മെമ്പേഴ്സും ഞാൻ ഇവരൊക്കെ മറ്റേ ലീഡറിനെ ലീഡറിലെ മറ്റേ കോ ലീഡറിനെ ഒക്കെ കണ്ടായിരുന്നു. മാക്ക് ഷെയ്ക്ക് അവരൊക്കെയാണ് നമ്മൾ സംസാരിക്കും. നമ്മളെ വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേ പിന്നെ കുറച്ച് വേറെ ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിരുന്നവന്മാര് ഉണ്ടായില്ല. അപ്പൊ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങളൊക്കെ ഉള്ളു. മനസ്സിലായില്ലേ? നമ്മുടെ റേഡിയോ പേമാര് അത് നമ്മളെ ഇവരെ ഇത് ഗ്യാങ് വണ്ടി കണ്ടാ. ആരത്? 3 വണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇപ്പം. എന്തിനാ സിറ്റിയിൽ 3 വണ്ടി കൊണ്ടുവരാം ഗ്യാങ് വണ്ടി. ഓക്കെ അപ്പൊ നമുക്ക് മറ്റേ കൂടെ ഇറക്കാം. 3 വണ്ടി വെച്ചാൽ ഒരു ഗ്യാങ്ങിന് 3 ടൈപ്പ് വണ്ടിയാ. 3 ടൈപ്പ് വണ്ടി. അണ്ണാ അറിഞ്ഞില്ലേ? അപ്പാപ്പ ഒന്നുകൂടി ഇറക്കുന്നുണ്ട്. അതിന്റെ ഇൻവെസ്റ്റർ ഞാനാണ്. അതിന്റെ ആണ് 3 വണ്ടി കൊണ്ടുവരാം. പക്ഷെ 4500 രൂപ മാസം. അപ്പാപ്പ കൊറേ നേടുന്നുണ്ട്. ഇവിടെ തായ്ലൻഡ് ട്രിപ്പ് പോയിക്കോ. തായ്ലൻഡിൽ ഇന്റർനാഷണൽ ട്രിപ്പ് സാഗുരിന്റെ മലബാർ എഴുതി കൊടുത്ത്. ഞാൻ ഇന്നലെ 5000 ചാറ്റിൽ ചാനലെടുത്ത് നോക്കിയപ്പോ ലാസ്റ്റ് സ്ട്രീം 3 മാസം മുമ്പ് എന്തോ ആയിരുന്നു. അതേ പറഞ്ഞത്. ആളെപ്പോ ഗ്യാങ്ങിലൊന്നും ഇല്ല. പുള്ളിക്ക് ഇപ്പൊ ഇതിന്ന് തന്നെ അത്യാവശ്യം ലക്ഷങ്ങളാണ് വരുമാനം. കൂടെ ആളുടെ കൂടെ കൂടാ. അതേ ഉള്ളു വഴി. അയ്യോ എന്തൊക്കെ പറയാനാണെന്ന് പറ. നമ്മുടെ ഇത് ഓർമ്മണ്ടാടാ മറ്റേ ഫസ്റ്റത്തെ നമ്മുടെ ഇതില്ലേ? നമ്മള് ഫസ്റ്റ് ഇതേപോലെ ഇവിടെ മറ്റേ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്തൊരു ബീച്ച് ഓർമ്മണ്ടാ? അവിടെ നമ്മള് ഇതേപോലെ എന്നിട്ട് പോയത് ഓർമ്മ. എനിക്ക് അതാണ് ഓർമ്മ. കറക്റ്റ് സീൻ നമ്മളെന്നിട്ട് ബുള്ളറ്റും എന്നിട്ട് നമ്മള് നിനക്ക് ഓർമ്മ ചന്ദ്ര മറ്റ സീൻ നമ്മൾ ലാസ്റ്റ് വന്നതാണ്. ഇപ്പോഴൊന്നും അല്ല മുന്നേല്ലേ നമ്മള് കൊറേ നമ്മളവിടെ ഇരിക്കല ഇടക്കിടക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ. ആ സീൻ എന്ന് വെച്ചാൽ നമ്മള് ഇവന്മാരൊന്നും ഇല്ല അന്ന്. മനസ്സിലായി? ആദ്യത്തെ സമയം. പിന്നെ നമ്മുടെ മാമ ഇടക്കിടക്ക് വരും. സംസാരിക്കാൻ വരുന്നില്ല. ആദ്യം ദുബായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കൊളംബിയയിൽ പോയ മാമ ഉണ്ടല്ലോ. സൗദി പോയി.
മാമ സൂപ്പറാണ്. പിന്നെ ഓസ്ട്രേലിയ ഇപ്പൊ രാജ്യം മൊത്തം ഇറങ്ങി. 30,000 രൂപ അവിടെ സൗദി ചെന്നിട്ട് 50,000 രൂപ തിരിച്ച് കടം ഉണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന്. വീട്ടിൽ വന്ന് എന്നിട്ട് ഇടക്കിടക്ക് സിറ്റി കയറിട്ട് പറയും ഞാൻ ഇനി ടിവിയിലാണ് ആക്റ്റീവ്. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം എടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു ദിവസം വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ ഡേറ്റ് പറയാവേ. സൺഡേ 25 ജാനുവരി വെളുപ്പിനെ 2:37 കോള്. അണ്ണാന്ന് പറഞ്ഞ ഞാൻ കോള് കണ്ടില്ല. എടാ പറ അണ്ണാ ഞാൻ ആക്റ്റീവ് ആകുവാണ് ഇന്നലെ തൊട്ട് കാണും. ഇനി 1 മന്ത് നോക്കിയിട്ട് സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല. സ്ലോട്ട് ഞാൻ ഏൺ ചെയ്തോളാം. ഇപ്പോഴേ വേണ്ട അണ്ണാ, പയ്യെ നോക്കിയിട്ട് മതി, സെറ്റ് ആക്കിയാൽ മതി. അന്ന് പോയതാണ് അവൻ. എന്നിട്ട് ഇടക്കിടക്ക് വരും എന്റെ അടുത്ത് പറയും ഞാൻ ആക്റ്റീവ് ആവുന്നു. എന്നിട്ട് ഞാൻ പറയും എടാ 1 മാസം ഇന്ന് 1ാമത്തെ ദിവസമാണ്. കാരണം നീ ഇടയ്ക്ക് ഒരു ദിവസം നീ ആക്റ്റീവ് ആയില്ലെങ്കിൽ ഞാൻ അത് കൂട്ടത്തില്ല. എന്നാ ഞാൻ ഒന്നേന്ന് കൂട്ടുമെന്ന് പറയും. അപ്പൊ പറയും ഓക്കെ ചന്ദ്ര, ഇനി ചന്ദ്ര എണ്ണി വെച്ചോ, ഇത് 1ാമത്തെ ദിവസം. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് പറയും 2ാമത്തെ ദിവസം. അപ്പൊ ഞാൻ ആലോചിച്ചു അവന്റെ മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കണേ. ഒരു സെന്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരു വലിയ ഒരു ഫാക്ടറി ഉണ്ടാക്കിയവനാണ്. ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ഗൾഫിൽ പോയെ. അത് നമ്മളെ കുട്ടത്തിലുള്ളതാണ്. മോബിയാണോ അത്? പഴയൊരു പയ്യനെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പഴയ വലിയ അവനല്ല സരക്കെ മറ്റേ ഞാൻ പറഞ്ഞുതരാം. ഇവണ്ടല്ല എന്തോന്ന് അന്ന് വാസുണ്ടൊക്കെ കരയിപ്പിച്ചിട്ട് 4ാമത്തെ ദിവസം ആള് വീണ്ടും വന്നു സിറ്റിയിൽ. അല്ലല്ലോ 4ാമത്തെ ദിവസം പിറ്റേ ദിവസം ലൈവ് പിറ്റേത് അതായത് അന്ന് പോണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ലൈവ് ഒക്കെ ഇട്ട് സിറ്റി വന്നിട്ട് അണ്ണാ എന്തൊക്കെയുണ്ട് ഓരോരോ ജീവിതമാണ് സത്യം. പിന്നെ റിബേക്ക് ഇടയ്ക്ക് സിറ്റിയിലൊക്കെ പറഞ്ഞതൊക്കെ പറയണ കേട്ടോ. ഇടയ്ക്ക് ഇടയ്ക്കൊരു തിര അടിച്ചായിരുന്നു. സരക്ക് സത്യമായിട്ട് കണ്ടില്ലേ, പുറലോത്ത് കണ്ടില്ലേ വരുന്നുണ്ടെന്ന്. അല്ല അത് സംഭവം എന്റെ അടുത്ത് റബേക്ക പോകുന്നതിന് മുമ്പ് എന്റെ അടുത്തൊന്ന് പറഞ്ഞത് സരക്ക് കേട്ടോ ഞാൻ അറിയാതെ റിലേഷൻഷിപ്പിലായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളിൽ ഞാനൊരു കാര്യം പറയട്ടോ, നിങ്ങളിപ്പോ അങ്ങോട്ട് വേണ്ടെന്നൊക്കെ പറയണെങ്കിലും ഒരു സമയത്ത് ഈ സിറ്റി പിടിച്ച് കുലിക്കാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടാ വാസോണ്ടൊക്കെ ഒരുപാട് കുലിക്കാനുള്ളതാ. പിന്നല്ലാണ്ട് എനിക്കറിയാം ഞാൻ അങ്ങനെ ഇല്ല, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഞാൻ കാര്യം കേട്ടോ വാസു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ ഒരു മനസ്സ് പറഞ്ഞത് ഈ വരവില് വാസുവിനെയും കൊണ്ട് പേഴ്സണൽ. അതെ പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം സരക്ക് റിബേക്ക തന്നെയാണ് കേട്ടാ. അരീനെക്കാട്ടി ഇഷ്ടം നീ മാളക്കുട്ടി തിരിച്ചു പിടിച്ചു. ഞാൻ സംഭവം പറയട്ടാ, അവന്റെ സൗണ്ട് മാറി അടേ ഞാൻ കാര്യം പറയട്ടെ, അവന്റെ സൗണ്ട് മാറി തുടങ്ങിയ ആദ്യമൊക്കെ ഭയങ്കര ക്യൂട്ട് സൗണ്ട് ആയിരുന്നു. അത് മാറി തുടങ്ങിയപ്പോഴാണ് അവന് കൂടി വന്നപ്പോഴത്തേക്ക് കൂടിയപ്പോഴത്തേക്ക് ഒരു ദിവസം സൗണ്ട് ഇട്ടില്ല. എന്നിട്ട് മാട കരകര സൗണ്ടിൽ എന്റെ അടുത്ത് വന്നിട്ട് ചന്ദ്രന് പിടി തള്ള എന്റെ പകല് ജീവൻ പോയി അറിയാവുന്ന അന്ന് എഴുതിയത്. അന്ന് ഡിവോഴ്സ് കപ്പിളാർപ്പി. പക്ഷെ അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായിട്ട് മാളക്കുട്ടിയെ കണ്ടത്. ഞാനൊരു രായനും തമ്മിൽ ഡിബേറ്റ് ആട്ടെ ബിസിയിൽ പുറത്ത്. ശരിക്കുള്ള ഗേളാണ്, സെറ്റായി. സത്യം ഞാൻ അതിന് മുട്ട ഡിബേറ്റ് പുറത്ത് അളിയ സത്യം തന്നെ. അപ്പൊ രായ പറ അളിയ സെറ്റായി, അളിയ നീ നൈസായിട്ട് കൊണ്ടുവെക്കണം, ഇത്
ഇത് സ്കിഡിലാണെന്നൊക്കെ പറഞ്ഞ് അളിയോ കട്ട സപ്പോർട്ട്. പിറ്റേ ദിവസം ബാബ ഫേസ് ക്യാം ഒക്കെ ഇട്ട് പിന്നെ അവൻ തന്നെ പറഞ്ഞു മനസ്സിലായില്ലേന്ന്. ഇതൊക്കെ കഴപ്പാണ്, ഇതൊക്കെ അവന്റെ തന്തയില്ലാത്ത ഇല്ല പോണ്ട പോണ്ട പോണ്ട. ഈ സ്ഥലത്തൊക്കെ ആര് വരുന്ന അല്ലെങ്കിൽ അല്ല കൊന്നവൻ കൊന്നിട്ട് ലേബിൾ ആ തൃക്കാവടി ഞാൻ അടിച്ചിട്ടേ വരത്തുള്ളടാ, ഒരു സംശയമില്ല. ഇതെന്താ സംഭവം? ഇത് കുറച്ചായിട്ട് എന്തോ ഉണ്ട്. പോലെ ഒരു മിനിറ്റ് താ വരുന്നേ. ഇല്ലറ കഴപ്പല്ലേ ഇവരൊക്കെ കണ്ട കഴിച്ച് എന്താ ദാണ്ട നിൽക്കുന്നതാ, അവിടെ നിൽക്കുന്നതാ. എവിടെ ഇത് മറ്റേ ഗ്യാങ് വന്നോ ലൈവ് സ്ട്രീം ഇട്ടവൻ. ബ്രോ ആണ് ഇപ്പൊ വണ്ടി കൊണ്ടുവന്നേ. നിന്റെ വണ്ടി എന്തേ? വണ്ടി കൊണ്ടുവന്ന് അടിച്ചത് ബ്രോ ആണോ? അല്ല നിന്റെ വണ്ടി എന്തേ? ഇപ്പൊ ഒരു നീയാണോ ഇപ്പൊ വണ്ടി? ഇത് എന്തൊരു പ്രശ്നം. ഹരിസന്റെ ബ്രോ എടാ വാ ബാക്കോ വിട്ടേരാ. നിങ്ങളെയാണ് കുറച്ച് നേരം മുമ്പേ ഞാൻ RP പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വലിയ മാസ് അടിച്ച് വെച്ചിരുന്നതാ. അവിടെ തൊട്ടപ്പുറത്തുണ്ട്. എടാ അത് നമുക്ക് അറിയാവുന്ന ഒരാളാ, അത് വിട്ടേരാ. അല്ലല്ല ഹരിസാന്റെ അല്ലാണോ? അതെ അണ്ണല്ല അങ്ങനെ പറ്റി പൊക്കി പറഞ്ഞത് തത്സമയത്തില്. സൂപ്പർ. പ്രമോഷനിൽ വന്നിരിക്കാണ്. ഇല്ല പാസ്വേഡിനെ പൊക്കി പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തൽസ് കാണുമായിരുന്നു അന്നേരം. കൊറേ W എന്ന് പറഞ്ഞ് വന്നായിരുന്നു ചാറ്റിൽ. അത് തന്നെയാണ് സാധനം ശരിക്കും നല്ലതാണ് പറഞ്ഞേ. ആളെ സേവ് ആളെ ഇതുവരെ ആരും വന്നിട്ട് കൊന്നില്ല കേട്ടോ നമ്മളെ. സ്നേഹം കൂടി പോയതാണ്. സ്നേഹിച്ച് കൊല്ലുന്ന ആദ്യമായിട്ടാണ് ഒരാളെ വന്ന് കൊല്ലണം കേട്ടോ നമ്മളെ. കാണാൻ വന്നിട്ട് സ്നേഹിച്ച് കൊല്ലല്ലെന്ന് പറയണേ. കേൾക്കുന്നുണ്ടോ? എല്ലാം കേൾക്കുന്നുണ്ട്. എന്ത് പെട്ടെന്നാണത് നിങ്ങള് കണ്ണാപ്പിനെ കണ്ണാപ്പി അവൻ ലൈഫില് ഇന്നാണ് എന്റെ അടുത്ത് മെച്ചൂർ ആയിട്ടുന്ന ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഒരു 5-6 വർഷത്തിനിടയ്ക്ക് അത് മെച്ചൂർഡ് അല്ല ശരിക്കും, അത് സ്റ്റീവിനെ തൂക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. സ്റ്റീവ് ഇത് വള്ളിയെടുത്തപ്പോ പറയുന്നത് പോലെ ചന്ദ്രൻ തന്നെ ആലോചിച്ച് നോക്ക്. 2 ഗ്യാങ്ങായിട്ട് അവിടെ അടി കിടക്കുകയാണ്. ഒരുത്തൻ അതായത് നമ്മൾ TV ആയും TG ആയിട്ട് അടി കിടക്കാണ്. അതിന്റെ ഇടയ്ക്ക് കൂടി വേറത്തെ വന്നിട്ട് എന്തോടാ ഇവിടെ പ്രശ്നം എന്തെങ്കിലും ചോദിച്ചു തടിയെടുത്ത് എന്തിനാണ് അവൻ ഓസ എടുക്കണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു തടി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ വെറുതെ വിടുമെന്ന് ചോദിച്ചു. അപ്പുറത്ത് ഇല്ല, നമ്മൾ അന്നേരം അവനെ അടിച്ചു സ്പോട്ടിൽ അടിച്ചു വന്ന് അവനെ കത്തിക്ക് അവന്മാരെ കൂടെ ഇട്ട് എന്ന് പറഞ്ഞിട്ടാ അത് ഇവനെ മൂട്ടി തന്നെ സ്റ്റീവിനെ സ്റ്റീവിന്റെ കഥന കഥ അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നിലവിളി പിന്നെ പക്ഷെ അതില് എന്താ ചെറിയ പോയിന്റ് ഉണ്ടെന്നോണം, അല്ലെങ്കിൽ അത്ര സത്യം ഇടൂല കേട്ടാ കണ്ണാപ്പി. എന്തായാലും നീ എടുത്തന്നെ 4 ഒന്നും എടുത്തില്ല. ചന്ദ്രൻ മറ്റേ ഷുട്ടുവിന്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നിവിടാ, അന്ന് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ഇത് ഇവനെ മറ്റൊരു പെങ്കൊച്ച് കറക്റ്റ് മനസ്സിലായില്ലേ? ഇത് അത് തന്നെ, ഇത് പ്രശ്നം എവന്റെയൊക്കെ ഞാൻ പറഞ്ഞു സാറൊക്കെ. ഞാൻ വെയിറ്റ് ഞാൻ പറയാം. ഓർമ്മിപ്പിക്കല്ലേ, അന്ന് കിടന്നേ ഓർമ്മ. റിലേഷൻഷിപ്സ് ആണുള്ളത്. മറ്റേ എലിയായിട്ട് ഇപ്പം നിർത്തിയല്ല, ഇത് വൺ സൈഡ്, അവൾ ഇങ്ങോട്ട് മാത്രം.
അതിപ്പോ ബെഞ്ചിങ്ങില് അവളെ ഇത് വിട്ട് അവള് ശരിയല്ല അവള് ശരി അള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സരക്ക് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഒരു പന്നി ഫാമുള്ള ഏതോ ഒരു പുണ്ടയുടെ കൂടെ അങ്ങ് പോയി. പന്നിക്കച്ചവടം അവന്റെ കൂടുതൽ കാശെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു. എനിക്ക് പൊളിഞ്ഞു ഞാൻ. പിന്നെ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് കോടികളുടെ സ്ഥലം മേടിച്ച് എന്താ ഇതൊക്കെ സ്കൂളൊക്കെ പണിയാണ്. അപ്പൊ നാട്ടുകാർക്ക് സംശയം തോന്നി. എന്നിട്ട് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കും എന്നോട് ആ സ്നേഹം എന്ന് പറയാൻ വേണ്ടിയിട്ട് എലിപ്പെട്ടി പോലെ എന്തോ പറഞ്ഞ പണിതിട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് എന്റെ പേരും അടിച്ചു വെച്ച്. എനിക്കിതൊക്കെ ഭയങ്കര സസ്സായിട്ട് തോന്നി. എനിക്കിതൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് ഇത്. അപ്പോഴത്തേക്കിനും അവളുടെ സംസാരത്തിലൊക്കെ ഒരു അഹംഭാവമൊക്കെ വന്നു തുടങ്ങി. നീ ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. KV ആയിട്ടൊന്നും പ്രശ്നമൊന്നും സോൾവ് ആയില്ല. ഞാൻ ആ സമയത്ത് ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇടത്തെ സൈഡിൽ സുമതി അമ്മായി അതിന്റെ കൂടെ എന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒത്ത നടുക്ക് അപ്പാപ്പന് ബ്ലൈൻഡ് ജോക്കർ എന്നൊക്കെ അടിച്ച് ശരത്തേട്ടന് മറ്റേ ജോക്കിയെ ഇവരെല്ലാം പിടിച്ചു വെച്ചിരിക്കണേ. കാരണം എന്ന് വെച്ചാൽ ആര് ഇവരെല്ലാം ഫോട്ടോ അവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ടിവിയുടെ സൈഡിൽ നിന്ന് എക്സ്ട്രീം ആയിട്ട് സംസാരിക്കാൻ ചെല്ലാൻ പോണത് ജോക്കിയാന്നറിയാം. ജോക്കിയെ സോപ്പിടാൻ വേണ്ടി ഫോട്ടോ കാണിക്കാൻ വേണ്ടി ജോക്കിയുടെ ഫോട്ടോ, എന്റെ ഫോട്ടോ, സുമതി അമ്മയുടെ ഫോട്ടോ. ആ KV എന്ന് ആരെങ്കിലും ഇനി ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ സുമതി അമ്മായി അപ്പാപ്പൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോ എല്ലാം വെച്ചങ്ങ് ഇതാക്കി. എനിക്കാണെങ്കിൽ പിന്നാണെങ്കിൽ നമ്മൾ മുന്നിൽ ചെല്ലുമ്പോൾ ഭയങ്കര അഹംഭാവം. എന്തൊക്കെയോ ആയി, എന്തൊക്കെയോ നേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു അഹംഭാവം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ തിരക്ക്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ തർക്കിക്കാനൊക്കെ ആണെങ്കിൽ മനുഷ്യന്മാരോട് തർക്കിക്കാം. ഇവളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന ഇടത്തെ സൈഡിൽ ഒരു കൊരങ്ങന്, വലത്തെ സൈഡിൽ ശശിക്കൊക്ക്. ഇവരൊക്കെ എങ്ങനെ സംസാരിക്കും? ഒരാള് എങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യും? ഒരു കൊരങ്ങനുണ്ട്, എന്തോ അവന്റെ പേരെന്തോടാ, ചിമ്പു. അവനെ കാണുമ്പോഴേ കൈവാക്കിനങ്ങ് അറിയാൻ തോന്നും. അവന്റെ ഒരു ശബ്ദവും കോട്ട് സൂട്ട് ഇട്ടാ നടക്കണത് അവൻ. കോട്ട് സൂട്ട് അല്ലല്ല, വേറൊരു ഏറ്റവും നമ്മളിപ്പോ എന്തേലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ കാലിന്റെ ഇടയിൽ കൂടെ ഒരു പുണ്ട വരും, ശശിക്കൊക്കെന്ന്. ചവിട്ടി അങ്ങ് ആ തറയിലങ്ങ് പറ്റിക്കാൻ തോന്നും. അങ്ങ് വരച്ച് ഞെരിക്കണം അവനെ അങ്ങ്. അതുപോലെ അവന്റെ സംസാരം ശശിക്കൊക്കെ. പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് ഇടപഴകുക. എന്നിട്ട് അവൻ നമ്മളെ കമ്പയർ ചെയ്യും. ഞാൻ ഫുൾ ടൈം പെണ്ണുങ്ങളുടെ കൂടെ, നിനക്ക് പെണ്ണില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് ഈ ശശിക്കൊക്ക് പിടിച്ച് പൊരിക്കണം. അവനും ആ കൊരങ്ങനെ രണ്ടിനെ കാണുമ്പോഴേ ചെകുത്തേട് വരും നമുക്കങ്ങ്. ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കത് കൊണ്ടുവച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഈ ആണുങ്ങളുടെ ഇടയ്ക്ക് വരവ് കാണുമ്പോഴേ എനിക്കങ്ങ് വരവി. ആണുങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് പിന്നെയും വരവിക്കോട്ടാ. ഒരു കൊരങ്ങന്റെ കൊക്കിന്റെ ഇടക്കിടന്ന് വരുവാന്ന് പറഞ്ഞ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമത്? ഇല്ലില്ല, സിറ്റി മാറി വന്നപ്പോ പിന്നെ കൊക്കാവാൻ പറ്റിയില്ല അവര്. അതാണ് പിന്നെ ഉണ്ടായത്. കൊക്കെടുത്ത് കളഞ്ഞ്. ഇല്ലില്ല, എലി എങ്ങനെ ഇട്ടിട്ടാ കൊരങ്ങന്റെ കൂടെ പോയിരുന്ന അവസ്ഥ ആലോചിച്ച്. എടാ അതിപ്പോ കീരിയുടെ പെണ്ണ് ടീച്ചറുടെ കൂടെ പോയില്ല, അത്രയും വരുമോ? കീരി മറ്റേ വട്ടൊക്കെ കളിച്ച് നടന്നില്ലേ? 20 മറ്റേ തൂണ് കണ്ടാലും മതില് കണ്ടാലും ആ പെണ്ണാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഒരു സമയത്ത്. അവള് ചീജിയിലൊരു പെയിന്റ് കൂടെ പോയി. നമ്മളിപ്പോ ഇരിക്കുന്നതിന്റെ 2 വളം അപ്പുറത്ത് കഴിഞ്ഞ ദിവസം കീരി ഞാൻ നോക്കിയപ്പോ ഒരു തീയൊക്കെ കത്തിച്ച് മുണ്ടൊക്കെ പൊക്കി നിൽക്കണം അവിടെ. ചെന്നപ്പോ തീയുടെ മണ്ടൊക്കെ ഇരിക്കണ ശവാസനം എന്ന് പറഞ്ഞു, മുട്ടയൊക്കെ പൊരിച്ച്. ഞങ്ങൾക്ക് 2 ബുൾസ് കിടക്കുന്ന അത്രയും വലുതൊന്നും എന്തായാലും അപമാനമില്ല. ഇനി ചിമ്പുവിന്റെ കൂടെ പോയാലും അങ്ങനെ ഞാൻ അങ്ങനെ ആശ്വസിച്ചോളാം. ഇനി ഇതുവരെ എന്തായാലും സംഭവിച്ചിട്ടില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ, ആ വട്ടനില്ലേ എന്നോട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ പെണ്ണിന്റെ കൂടെ നടന്നു വന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കും ആരാണെന്ന്. വട്ടൻ ചോക്കടിപ്പിക്കണം അവരെയൊക്കെ. ഞാൻ മനസ്സുകൊണ്ടേ പറയാളെ, ഞാൻ അന്നേ പ്രാഗിയതാ ഇവനൊക്കെ നിന്ന് പോണേത് എങ്ങനെയും ഇവിടെ ആരുടെയും കൂടെ ഒളിച്ചോടി പോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ്. ഓർമ്മ വന്നപ്പോ കൊച്ചു പോയി.
അവസ്ഥയല്ലേ പാവടാ. അല്ലാതെ എന്ത് പറയാ? കീരി ഇച്ചിരി മാസ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കീരി ആയി പഴയ ഒരു കീരിയൊക്കെയാണ് മറ്റേ കീരിക്കാടൻ ജോസ് ആ പവറിലൊക്കെ വന്നെന്ന് വിചാരിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പൊ കംബാക്ക് അടിച്ച് ലാസ്റ്റ് വാറിൽ 2 വിക്കറ്റ് എടുത്ത്. ഓ പിന്നെ 10 കണ്ടന്റ് കാശ് കൊടുത്ത് ഇറക്കി. എടാ അത് TJ-ക്കെതിരെയല്ലേ എടുത്തത്? 10 വീഡിയോ. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ, കീരിയുടെ വീഡിയോ മാത്രം കമ്പാക്ക് വീഡിയോ. എടാ നിനക്കറിയാത്തോണ്ടാ മറ്റേ ഇവനൊരു 2 വർഷം കഴിഞ്ഞ് കമ്പാക്ക് അടിച്ച സമയമില്ലേ, അന്ന് ഹെൽമെറ്റ് പോലും ഇല്ലാത്ത ആൾക്കാരെ അടിച്ചിടുന്ന മോണ്ടേജ് 50 വട്ടം ഓടിച്ചതാ ഇവിടെ. നമ്മളൊക്കെ എന്തൊരു മണ്ടന്മാരായിരുന്നു. പറഞ്ഞ് നമുക്കൊന്നും അറിയാത്തോണ്ടിരുന്ന് ഹെൽമെറ്റ് വെക്കാൻ പോലും നമുക്ക് അറിഞ്ഞൂടാന്ന്. എടാ അതല്ല, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് കണ്ടു. എന്താ പറയട്ടെ, ഞാൻ എന്നോട് വന്ന് പറയുകേട്ടാ, എന്നാ വാറിന് മുമ്പ് ഈ തലയിൽ ഈ സാധനം വെച്ച വെടി 2 എക്സ്ട്രാ കൊള്ളാന്ന് കേട്ടോ. അപ്പൊ ഞാൻ രായനോട് പറയും, മൈൻ ഒന്നാമതേ ലേറ്റ് ആയി, ഇതൊന്നും വെക്കാനുള്ള സമയമില്ല, പോവാൻ. ഹെൽമെറ്റ് പറയുന്നതൊക്കെ സമയമില്ല, വാടക വണ്ടി കയറാൻ അടിക്കാൻ പോവാന്ന്. ഹെൽമെറ്റ് ഇല്ലാതെ വെടിവെക്കാൻ പോയുള്ള ഹെൽമെറ്റും ബ്ലാക്ക് ഡ്രസ്സും ബ്ലാക്ക് ഇതൊക്കെ ഒരുത്തരും തലയ്ക്ക് വെടിവെക്കില്ല, ബോഡിയിൽ സത്യം. അന്ന് അറിഞ്ഞൂടല്ലടാ തലയ്ക്ക് വെടി വെച്ചാൽ അറിഞ്ഞൂടല്ലേ. ഞാൻ ഈയിടയ്ക്ക് ആരോ കൊണ്ടുവന്ന ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ ഒരു കാലമല്ലേ അണ്ണാന്ന് പറഞ്ഞത്. ഹെൽമെറ്റ് വണ്ടി വേണ്ട, ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ അന്നായിരുന്നപ്പോഴേ ഈ ഇതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. ഒരു വാറ് ടർഫ് ഇതൊക്കെ അടിക്കുമ്പോഴേ ഒരു വില ഉണ്ട്. ഒന്നും അറിഞ്ഞില്ല, എല്ലാം പറ്റാ ഇതൊക്കെ എല്ലാം അറിയാം, എല്ലാം കാണാൻ പാടാൻ പഠിച്ചു വെച്ചതിന്റെ A to Z അറിയുന്നോണ്ട് മനസ്സിലായി ഒരു പരിപാടി നടക്കൂല. നമ്മള് മറ്റേ നമ്മള് തന്നെയായിരുന്നു അന്നത്തെ ഹീറോ. ഒരു ടർമിന് 4 വിക്കറ്റ് നമ്മള് ഹീറോ സ്വന്തത്തിനാ വരുന്നത്. ഇപ്പൊ അതിന് അടിച്ചുറക്ക് വന്ന് ഇറങ്ങി കൊടുത്ത MRZ-ന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒരു ഗ്യാങ് ആയി വന്നോ? വെൽക്കം മിസ്റ്റർ എക്സ് എന്ന് TJ ജോസൂട്ടി. എടാ ചന്ദ്രൻ, പുള്ളി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ എന്തെങ്കിലും. നിന്റെ ഇച്ഛായനൊന്ന്, എടാ ചന്ദ്രന്റെ ഇച്ഛായനാണത്. അവിടെ കളിയാക്കൽ തുടങ്ങി. ചിരിപ്പിക്കാനായിട്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒരു സാധനം കണ്ടു. മറ്റേ നമ്മളെ ഗ്യാങ്ങിലെ ലീഡർ എടാ അത് പുതിയ ട്രെൻഡൊക്കെ ഇപ്പോഴത്തെ താമസിയാതെ ഉണ്ടല്ലോ. അടുത്ത ഹോസ്റ്റേജില് ടിവിയുടെ ലീഡർ വാസു കണ്ടീന്ന് വരും. ഉറപ്പാണ്. അതിപ്പോ പുതിയ ട്രെൻഡാ. എന്നെ കൊണ്ടുപോയി അവന്മാർ അത് ഇടിപ്പിക്കട്ടോ കൺഫേം. കൊണ്ടുവന്നത് അവര് തന്നെയാണല്ലോ എന്തായാലും. അതല്ല കോമഡി, ഇത് ട്രെൻഡ് കൊണ്ടുവന്ന ദിവസമേ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇതാണെന്ന്. ഞാൻ ലൈവിൽ ഇരുന്നെങ്കിൽ അവരത് എന്തൊരു വാർച്ചാറ്റി പൊട്ടിച്ചിരിക്കുകയും ചെയ്തത്. റഷ്യൻ DNL ഷെർലോക്ക് ഹോംസ്, ഷിബു സുൽത്താന്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇല്ല, റോളൊന്നുമില്ല ഇപ്പൊ. റോളൊന്നുമില്ല. സിറ്റിസണാണ്. MRC ബോബി വില്യം, MRC ജോക്കർ, MRC റൊസാരിയോ, MRC ഫാൽക്കൺ, MRC രാജുബായി, MRC അലൻ, MRC ഡാർക്ക്, MRC ഇക്രുമോൻ, ചാപ്സ്. ഈ ചാപ്സ് ആരാ? മറ്റേ ഇവനാണോ? ചാപ്സ് പുതിയ പ്ലെയർ ആണ് തോന്നുന്നു. റാൻ സെബാസ്റ്റ്യൻ, ജിൻ തക്കായി, മിന്നൽ മാക്ക്, ഷിബു, ജിൻ സക്കായി, പ്രണവ് സേട്ടൻ, സെനഡക്സ് ഡുവർ, റഷ്യൻ DNL, തൊപ്പിയുണ്ട്, അംബാൻ ബ്രോ, ചാർലി, കൂപ്പർ റാം, MRC തൊപ്പി, റാംബോ, ഷമീർ, ടെക്സാസും മറ്റേ ഹെൽഫയർ, ടെക്സാസ്, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ അതൊക്കെയാണ്. W തൊപ്പി എന്നൊക്കെ ഇടുന്നല്ലേ ഇവിടെ.
തൊപ്പി ചാറ്റിട്ടോണ്ട് തൊപ്പി ഞാൻ ഇട്ടോ തൊപ്പിട്ട് താങ്ക് യു തൊപ്പിയിട്ടുണ്ട്. അപ്പൊ എന്നാണ് വാർ എനിക്ക് നിന്നെയൊക്കെയാണ് പേടി കേട്ടാ. ഇല്ല, ഞാൻ ഇത് ഞാൻ ഇടപെടില്ല. കൂടെ സംസാരമായതേ ഉള്ളൂ അണ്ണാ. നമ്മുടെ മെസ്സ് പയ്യൻ വന്നാലേ ഉള്ളൂ എന്തേലും ഇങ്ങനത്തെ കാര്യം. മെസ്സിലാണ് നമ്മുടെ ബോബോയാ ആവതില്ലാതെ 10 കിൻഡൽ ഡയലോഗ് അടിക്കുന്നത്. എന്തേലും വരും ആവതില്ലാതെ എന്തേലും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കാണൂല. ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല. ഇപ്പൊ വെല്ലുവിളിയൊക്കെ ഇതൊക്കെ എന്താ റഹ്മാരൊക്കെ പ്രശ്നമല്ലേ? വരുമ്പോഴേ ഈ സൂക്കേട് വരുമ്പോഴേ ചൊറിയാ വരും. ചിലപ്പോ അറിയാവുന്നവരായിരിക്കും, പറയാൻ പറ്റില്ല കേട്ടോ. ടൈലർ സോറി. ഇതാരാ ഭരതൻ ടൈലറാ? ഇതാരാ അത്? ആരോ ഭരതൻ അതന്നെ. വേറെടുത്ത വൈറ്റെക്സ് എക്സിറ്റ് TD ഇതൊക്കെ ഇതൊക്കെ എന്താ നബിയുടെ നീ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നീ വലിയ ആളാവല്ലേ. സുമതി അമ്മയുടെ കൂടെ നടന്ന് നമ്മളടിക്കാൻ നടന്നവനാണ് നീ കേട്ടാ. വീഡിയോ ഓർമ്മയുണ്ട് സാറൊക്കെ. വെച്ചിട്ട് ഞാൻ സത്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയ കീരി എന്നെ വിളിച്ച് പറയാ കേട്ടാ, എന്നെ ആരോ തല്ലിക്കൊന്നു. ഞാൻ കീരി അന്ന് റൂൾസ് ഒന്നും അറിയത്തില്ലല്ലോ കേട്ടാ. നമ്മള് ലൈവ് എടുത്ത് നോക്കിട്ട് ആരെ അടിച്ചു വന്നേ നോക്കിയപ്പോ ഇത് ഇവന്റെ പോലത്തെ ഒരു ഈ ഇതിട്ട് ഇവന്റെ പേര് മനസ്സില്ല കേട്ടാ. എന്നിട്ട് അവിടെ ചെന്ന് ഇവനെ ഞാൻ വിളിച്ചോണ്ട് വന്ന് സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് തല്ലിക്കൊന്ന്. മാസ്ക് നേരെ വന്ന് ഓഫ്ലൈനിൽ വന്ന് വിളിച്ച് തല്ലിക്കൊന്ന്. അതിന്റെ ക്ലിപ്പായിട്ട് ഇറങ്ങി. അത് ക്ലിപ്പായിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്ലോഡ് ചെയ്തേ. അതിനൊക്കെ വലിയ കോമഡി കേൾക്കണ. അത് കഴിഞ്ഞപ്പോഴേ ഈ റീൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇവൻ തന്നെ ഫോർവേഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറയണേ, വൺ ഡേ ദ റിവെഞ്ച് വിൽ ഹാപ്പൻ. ഇപ്പോഴും അതിന് എന്റെ അടുത്ത് വന്നിട്ട്, എടാ രായ, നീ എന്നെ അടിച്ചത് ഞാൻ പകരം വിട്ടു, നീ നോക്കിയാന്ന് വെല്ലെടുത്തിട്ട് പോയി. നീ എന്റെ കൂടെ നടന്ന് നീ എന്നെ ഇതാക്കിയല്ലേ. സമയത്ത് ചന്ദ്രൻ എന്ത്? ചന്ദ്രൻ പോയാ? ചന്ദ്രനുണ്ട് അവിടെ. ചന്ദ്രനൊക്കെ പോയി. ചന്ദ്ര നമ്മളെ അഭിനയിക്കരുത് കേട്ടോ. അത്ര എടാ കൊള്ളടാ. എടാ സാറേ ഞാനങ്ങോട്ട് ഇറങ്ങുവാടാ. എനിക്ക് ഞാൻ ഇന്ന് ഹോസ്റ്റയാണ്, പത്തനംതിട്ട പോണം, വീട്ടിലോട്ട് പോവാ. നാളെ ഒരു കോളേജിലൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ എറണാകുളത്താണ്. ഇപ്പൊ ഇറങ്ങാൻ പോവാ. 12:30 ആയി. ഇനി ഇറങ്ങിയില്ല ഡിലേ ആവും. ഓക്കെ ഞാൻ പോയിട്ട് വരാം. അവിടെ എന്തായാലും വന്നതിൽ സന്തോഷം. ഇടയ്ക്കൊക്കെ ഇറങ്ങാം. ഓക്കെ രായെന്നാ പോയിട്ട് വരാം. പോയിട്ട് വരാം. എടാ ഫ്ലഫി പോയിട്ട് വരാം. ഓക്കെ എടാ ഓക്കെ.